സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കമ്പനിയുടെ വാർഷിക റിപ്പോർട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടോ? അതിങ്ങനെ മറിച്ചു നോക്കുമ്പോൾ കുറേ അക്കങ്ങളും പട്ടികളുമൊക്കെ കാണാം. ചിലപ്പോൾ ഇതൊക്കെ എന്താണാവോന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലേ? സത്യത്തിൽ ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക പത്രികകൾ, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ആ കമ്പനിയുടെ ഒരു കൊല്ലത്തെ കഥ മുഴുവൻ നമ്മളോട് പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ നിങ്ങളുടെ കയ്യിലുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പാഠപുസ്തകത്തിലെ ആദ്യത്തെ അധ്യായത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുകയാണ്. ഈ പ്രസിദ്ധീകരിച്ച സാമ്പത്തിക പത്രികകൾ, പബ്ലിഷ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, എങ്ങനെയാണ് ഒരു കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്? അതാണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് IFRS നിയമങ്ങളനുസരിച്ച് ഇവ എങ്ങനെ തയ്യാറാക്കുന്നു എന്നും. ശരി, അപ്പം നമുക്ക് ഈ കഥയുടെ താക്കോലുകളിലേക്ക് കടന്നാലോ? തീർച്ചയായും. ഈ പറഞ്ഞ കഥ എല്ലാവർക്കും ഒരേപോലെ വായിച്ചെടുക്കാനും പിന്നെ പല കമ്പനികളെ തമ്മിൽ താരതമ്യം ചെയ്യാനുമൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വേണമല്ലോ. അതിനാണ് ഈ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അഥവാ IFRS ഉള്ളത്. ഇതൊരു പൊതുവായ ഭാഷ പോലെയാണ്. നിങ്ങൾ തന്ന ഈ പാഠഭാഗം പ്രധാനമായും ഒരു 4 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, ഒരു പ്രത്യേക ദിവസത്തെ കമ്പനിയുടെ സാമ്പത്തിക നില എന്താണ്? അതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. 2, ഒരു കൊല്ലം കൊണ്ട് എന്ത് ലാഭം അല്ലെങ്കിൽ നഷ്ടമുണ്ടായി, മറ്റു ചില വരുമാന നഷ്ടങ്ങൾ എന്തൊക്കെ, അതിനാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം. 3, ഓഹരി ഉടമകളുടെ കയ്യിലുള്ള സമ്പത്തിൽ, അതായത് ഇക്വിറ്റിയിൽ എന്തു മാറ്റങ്ങൾ വന്നു, അതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. 4മതൊരു കാര്യം കൂടിയുണ്ട്. പണം എവിടെ നിന്നൊക്കെ വന്നു, എങ്ങോട്ടൊക്കെ പോയി എന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. പക്ഷെ അതിനെപ്പറ്റി ഈ അധ്യായത്തിൽ അധികം പറയുന്നില്ല. എന്നാലും അതും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവയോടൊപ്പം കുറേ വിശദീകരണങ്ങൾ നൽകുന്ന നോട്ട്സ്, അതായത് കുറിപ്പുകളും ഉണ്ടാകും. നമുക്കിതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നൊന്നായി നോക്കാം. ഓക്കെ, അപ്പോ ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം ഒരുമിച്ചാണോ ഒരു സമ്പൂർണ്ണ സാമ്പത്തിക പത്രിക അല്ലെങ്കിൽ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആകുന്നത്? അതെ, സാധാരണയായി ഈ 5ഉം ചേർന്നതാണ് ഒരു സമ്പൂർണ്ണ സെറ്റ്. ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, അല്ലേ? നമുക്ക് ആദ്യത്തേതിൽ നിന്ന് തുടങ്ങാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. പഴയ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അതുതന്നെ. ഇത് ഒരു ഫോട്ടോ എടുക്കുന്ന പോലെയാണ്. ഒരു പ്രത്യേക ദിവസം, സാധാരണയായി സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസം, കമ്പനിക്ക് എന്തൊക്കെ ആസ്തികളുണ്ട്, അതായത് ആസെറ്റ്സ്, പിന്നെ എന്തൊക്കെ ബാധ്യതകളുണ്ട്, ലയബിലിറ്റീസ്, അതുപോലെ ഓഹരി ഉടമകൾക്കതിൽ എത്രത്തോളം അവകാശമുണ്ട്, ഇക്വിറ്റി, ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ കാണിച്ചു തരും. ശരി, ഈ ആസ്തികൾ, ബാധ്യതകൾ, ഇക്വിറ്റി, ഇതൊന്നും കൂടെ ലളിതമായി പറയാമോ? ആ XYZ കമ്പനിയുടെ ഉദാഹരണം വെച്ചൊന്ന് വിശദീകരിക്കാമോ? പറയാം. ആസ്തികൾ, അതായത് അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ കയ്യിലുള്ളതും ഭാവിയിൽ പണം ഉണ്ടാക്കാൻ സഹായിക്കുന്നതുമായ കാര്യങ്ങളാണ്. ഇതിനെ സാധാരണ 2ആയിട്ട് തിരിക്കും. നോൺ കറന്റ് അസെറ്റ്സ്, അതായത് കുറേ കാലത്തേക്ക് ഉപയോഗിക്കുന്നവ, കെട്ടിടങ്ങൾ, വലിയ മെഷീനറികൾ, ദീർഘകാല നിക്ഷേപങ്ങൾ, അങ്ങനെയുള്ളവ. പിന്നെ കറന്റ് അസെറ്റ്സ്, അതായത് ഒരു കൊല്ലത്തിനുള്ളിൽ പണമായി മാറാനോ അല്ലെങ്കിൽ ഉപയോഗിച്ച് തീർക്കാനോ പറ്റുന്ന കാര്യങ്ങൾ, സ്റ്റോക്ക്, കിട്ടാനുള്ള പണം, കയ്യിലുള്ള ക്യാഷ്, അതൊക്കെ. ഓക്കെ, അപ്പോ ബാധ്യതകളും ഇക്വിറ്റിയോ? ഇക്വിറ്റി, ബാധ്യതകൾ എന്നുവെച്ചാൽ കമ്പനി മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള പണം അല്ലെങ്കിൽ കടങ്ങൾ. അതും ഇതുപോലെ നോൺ കറന്റും കറന്റുമുണ്ട്. ഒരു കൊല്ലത്തിൽ കൂടുതൽ സമയം കഴിഞ്ഞു കൊടുത്താൽ മതി എന്നുള്ളത് നോൺ കറന്റ് ലയബിലിറ്റീസ്. ഉദാഹരണം, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത്. ഒരു കൊല്ലത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ടത് കറന്റ് ലയബിലിറ്റീസ്. സാധനങ്ങൾ കടം വാങ്ങിയതിന് കൊടുക്കാനുള്ള പണം, അതായത് ട്രേഡ് പേയബിൾസ് ഒക്കെ ഇതിൽ വരും. പിന്നെ ഇക്വിറ്റി, അതാണ് കമ്പനിയിൽ ഓഹരി ഉടമകൾക്കുള്ള ശരിക്കുള്ള പങ്ക്. അവർ ആദ്യം മുടക്കിയ പണം, അതായത് ഷെയർ ക്യാപിറ്റൽ, പിന്നെ കമ്പനി ഉണ്ടാക്കിയ ലാഭത്തിൽ നിന്ന് വീതിക്കാതെ അവിടെ തന്നെ വച്ചിട്ടുള്ളത് റീറ്റെയിൻഡ് ഏർണിംഗ്സ്. റിസർവ്സ് പോലെയുള്ള കാര്യങ്ങൾ. അതെ, മറ്റ് റിസർവ്സ് ഒക്കെ ഇതിൽ വരും. ഏറ്റവും ബേസിക്കായിട്ട് പറഞ്ഞാൽ അസെറ്റ്സ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് ലയബിലിറ്റീസ്. അതായത് കമ്പനിയുടെ മൊത്തം ആസ്തികൾക്ക് പണം വന്നത് ഒന്നുകിൽ ഉടമകളിൽ നിന്നോ ഇക്വിറ്റി, അല്ലെങ്കിൽ കടം വാങ്ങിയോ ലയബിലിറ്റീസ്. അഗ്രിഗേഷൻ, ഡിസ്അഗ്രിഗേഷൻ എന്നൊരു വാക്ക് പറയുന്നുണ്ടല്ലോ. ഒറ്റ നോട്ടത്തിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നു. ഇതെന്താണ് സംഭവം? നമ്മൾ സാധാരണക്കാരിത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? അത് പ്രധാനമാണ്. കാരണം ഇത് ആ സ്റ്റേറ്റ്മെന്റ് എത്ര ക്ലിയറായി കാര്യങ്ങൾ പറയുന്നു എന്നതിനെ ബാധിക്കും. ആഗ്രിഗേഷൻ എന്നുവച്ചാൽ
ഒരേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം കൂട്ടി ഒരു വലിയ തലക്കെട്ടിന്റെ കീഴിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ കുറേ ചെറിയ മെഷീനുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് ഒരുമിച്ച് കാണിക്കും. ഓക്കെ. ഡിസാഗ്രിഗേഷൻ നേരെ തിരിച്ചാണ്. വ്യത്യസ്ത സ്വഭാവമുള്ളതോ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതോ ആയ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ വേർതിരിച്ചു തന്നെ കാണിക്കണം. ഉദാഹരണത്തിന്, കമ്പനി വലിയൊരു തുക കൊടുത്ത് വേറൊരു കമ്പനിയെ വാങ്ങിയെന്നിരിക്കട്ടെ. അപ്പോൾ അതിലൂടെ ഒരു ഗുഡ്വിൽ കിട്ടും. അത് ഒരു പ്രധാനപ്പെട്ട ഇനമായതുകൊണ്ട് അതിനെ സാധാരണയായി വേറിട്ട് തന്നെ കാണിക്കും. ഇത് വായിക്കുന്ന ആൾക്ക് ഇവിടെ ഇങ്ങനൊരു വലിയ ഇടപാട് നടന്നിട്ടുണ്ടല്ലേ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ചുരുക്കത്തിൽ, സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ എളുപ്പമാക്കാനും പ്രധാന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുമുള്ള ഒരു രീതിയാണിത്. ഓക്കെ. അപ്പൊ SOFP ഒരു പ്രത്യേക ദിവസത്തെ ഫോട്ടോ തന്നു. എന്നാൽ ഒരു വർഷം കൊണ്ട് എന്തു നടന്നു? കമ്പനി ലാഭമുണ്ടാക്കിയോ നഷ്ടത്തിലായോ? അതറിയാൻ നമ്മൾ എങ്ങോട്ടാ നോക്കേണ്ടത്? അത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് അതർ കോംപ്രഹെൻസീവ് ഇൻകം അല്ലേ? അതെ. ഇതാണ് ഒരു കാലയളവിലെ സാധാരണയായി ഒരു വർഷത്തെ കമ്പനിയുടെ പ്രകടനം കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഇതൊരു വീഡിയോ പോലെയാണ്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് പ്രോഫിറ്റ് ഓർ ലോസ് അഥവാ P&L ഭാഗം. 2 അതർ കോംപ്രിഹെൻസീവ് ഇൻകം അഥവാ OCI ഭാഗം. P&L ഭാഗത്താണ് നമ്മൾ സാധാരണ കാണുന്ന വരുമാനം, അതായത് റവന്യൂ. അതിൽ നിന്ന് വിറ്റ സാധനങ്ങളുടെ ചെലവ്, കോസ്റ്റ് ഓഫ് സെയിൽസ് കുറച്ചാൽ കിട്ടുന്ന മൊത്ത ലാഭം, ഗ്രോസ് പ്രോഫിറ്റ്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ചിലവുകൾ, സാധനങ്ങൾ വിൽക്കാനും എത്തിക്കാനുമുള്ള ചിലവുകൾ, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്സ്. പിന്നെ പലിശ പോലുള്ള ഫിനാൻസ് കോസ്റ്റ്സ് ഒക്കെ കുറച്ച് അവസാനം നികുതി കൊടുക്കുന്നതിന് മുൻപുള്ള ലാഭം, പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അതിൽ നിന്ന് ഇൻകം ടാക്സ് എക്സ്പെൻസ് കുറച്ചാൽ കിട്ടുന്നതാണ് ആ വർഷത്തെ അറ്റാദായം, പ്രോഫിറ്റ് ഫോർ ദി ഇയർ. ഈ OCI എന്നത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഐറ്റം ആണല്ലോ. പ്രോഫിറ്റ് ഓർ ലോസിൽ പെടാത്ത വരുമാനം എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും? അത് നല്ല ചോദ്യമാണ്. OCI, അതായത് അതർ കോംപ്രഹെൻസീവ് ഇൻകം എന്നത് ചില പ്രത്യേകതരം വരുമാനങ്ങളും നഷ്ടങ്ങളുമൊക്കെയാണ്. ഇവ ആ വർഷത്തെ അറ്റാദായത്തിൽ, അതായത് പ്രോഫിറ്റ് ഫോർ ദി ഇയറിൽ ഉൾപ്പെടുത്തില്ല. പക്ഷേ ഇവ കമ്പനിയുടെ മൊത്തം ആസ്തികളിലോ ബാധ്യതകളിലോ മാറ്റം വരുത്തും. അതുകൊണ്ടുതന്നെ ഓഹരി ഉടമകളുടെ പങ്കിനെയും ഇക്വിറ്റിയെയും ഇത് ബാധിക്കും. ഇതിനെ ഒരു മറഞ്ഞിരിക്കുന്ന പ്രകടനമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം P&L മാത്രം നോക്കുന്ന ഒരാൾ ഇത് കാണില്ല. ഒരു ഉദാഹരണം പറയാമോ? എന്തുകൊണ്ടാണ് ഇതിനെ P&Lൽ നിന്നും മാറ്റി നിർത്തുന്നത്? ഒരു പ്രധാന ഉദാഹരണം പറയാം. കമ്പനിയുടെ കയ്യിലൊരു കെട്ടിടമുണ്ടെന്ന് കരുതുക. അതിന്റെ മാർക്കറ്റ് വില കൂടി. അപ്പോൾ കമ്പനി ആ കെട്ടിടത്തിന്റെ വില കൂട്ടിക്കാണിക്കാൻ തീരുമാനിച്ചു. അതിനെ റീവാലുവേഷൻ എന്ന് പറയും. ഈ കൂടിയ വില, അതായത് ആ നേട്ടം, ഗെയിൻ, സാധാരണ P&Lൽ കാണിക്കില്ല. എന്തുകൊണ്ട്? കാരണം അത് ആ കെട്ടിടം വിറ്റപ്പോൾ കിട്ടിയ ലാഭമല്ല, വെറുതെ അതിന്റെ വില കൂടിയതാണ്. അത് കമ്പനിയുടെ ആ വർഷത്തെ കച്ചവടത്തിൽ നിന്നുള്ള ലാഭവുമല്ല. അതുകൊണ്ട് അതിനെ OCIയിൽ റീവാലുവേഷൻ സർപ്ലസ് എന്ന പേരിൽ കാണിക്കും. അതുപോലെ വിദേശത്തുള്ള ഒരു സബ്സിഡറിയുടെ കണക്കുകൾ നമ്മുടെ രൂപയിലേക്ക് മാറ്റുമ്പോൾ കറൻസി റേറ്റ് മാറുന്നത് കാരണം ചിലപ്പോൾ ലാഭമോ നഷ്ടമോ ഉണ്ടാവാം. അതും സാധാരണ OCIയിലാണ് വരിക. ഓക്കെ. അപ്പോൾ ഈ OCIയിലുള്ള എല്ലാ ഐറ്റംസും ഒരുപോലെയാണോ? പാഠപുസ്തകത്തിൽ ഇതിനെ 2ആയിട്ട് തിരിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. OCI ഐറ്റംസിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന്, ഭാവിയിൽ ഒരുപക്ഷെ P&Lലേക്ക് മാറ്റാൻ സാധ്യതയുള്ളവ, ഐറ്റംസ് ദാറ്റ് വിൽ ബി റീക്ലാസിഫൈഡ് ടു പ്രോഫിറ്റ് ഓർ ലോസ്. 2, ഒരിക്കലും P&Lലേക്ക് മാറ്റാത്തവ, ഐറ്റംസ് ദാറ്റ് വിൽ നോട്ട് ബി റീക്ലാസിഫൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ കെട്ടിടത്തിന്റെ റീവാലുവേഷൻ സർപ്ലസ് 2ാമത്തെ കൂട്ടത്തിൽപ്പെടും. അത് പിന്നീട് P&Lലേക്ക് സാധാരണ മാറ്റില്ല. എന്നാൽ ആ വിദേശ കറൻസിയിലെ ലാഭം നഷ്ടമുണ്ടല്ലോ, അത് ആദ്യത്തെ വിഭാഗത്തിലാണ്. കാരണം ആ വിദേശ കമ്പനിയെ എന്നെങ്കിലും വിൽക്കുകയാണെങ്കിൽ അതുവരെ OCIയിൽ കാണിച്ച ആകെ ലാഭം നഷ്ടം അന്ന് P&Lലേക്ക് മാറ്റും. അപ്പോ അതിനൊരു പ്രാധാന്യം ഉണ്ടല്ലേ? ഉണ്ട്. ഇത് കമ്പനിയുടെ ഭാവിയിലെ ലാഭത്തെക്കുറിച്ച് ഒരു സൂചന തന്നേക്കാം. അപ്പോ ഒരു കമ്പനിയുടെ ആ വർഷത്തെ മൊത്തത്തിലുള്ള പ്രകടനം ശരിക്കും അറിയണമെങ്കിൽ P&L മാത്രം നോക്കിയാൽ പോരാ, ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകം നോക്കണം. അതായത് പ്രോഫിറ്റ് ഫോർ ദി ഇയറും ഈ OCIയും കൂട്ടിയത്, അല്ലേ? അതെ, തികച്ചും ശരിയാണ്. ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകമാണ് ആ കൊല്ലത്തെ സാമ്പത്തിക പ്രകടനത്തിന്റെ ഒരു പൂർണ്ണമായ ചിത്രം തരുന്നത്. കമ്പനികൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നായിട്ട് കൊടുക്കാം, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം എന്ന്. അല്ലെങ്കിൽ 2ആയിട്ടും കൊടുക്കാം,
ആദ്യം സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോംപ്രിഹെൻസീവ് ഇൻകം എന്നും. ആ ശരി. XYZന്റെ ഉദാഹരണത്തില് രണ്ട് രീതിയും കാണിച്ചിട്ടുണ്ട്. അതെ. ശരി. അപ്പൊ നമ്മൾ SOFP എന്ന ആ ഫോട്ടോ കണ്ടു, P&L ആൻഡ് OCI എന്ന ആ പ്രകടനത്തിന്റെ കഥയും കേട്ടു. അടുത്തത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി SOCI ആണല്ലോ. ഇത് ഈ പറഞ്ഞതിനെയൊക്കെ എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്? SOCE ഒരു പാലം പോലെയാണെന്ന് പറയാം. ഇത് ഒരു സാമ്പത്തിക വർഷം തുടങ്ങുമ്പോഴുള്ള ഓഹരി ഉടമകളുടെ പങ്ക്, അതായത് SOFPയിലെ തുടക്കത്തിലെ ഇക്വിറ്റി, അതും വർഷം അവസാനിക്കുമ്പോഴുള്ള പങ്കും, അതായത് അവസാനത്തെ SOFPയിലെ ഇക്വിറ്റി, തമ്മിൽ ബന്ധിപ്പിക്കുന്നു. എങ്ങനെയാണ് ഈ മാറ്റം വന്നത് എന്ന് ഇത് കൃത്യമായി കാണിച്ചു തരും. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ആ വർഷത്തെ ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകം, അതായത് P&Lഉം OCIയും ചേർന്നത്, പിന്നെ ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതം ഡിവിഡൻസ് കൊടുത്തത്, പുതിയ ഓഹരികൾ ഇറക്കിയപ്പോൾ കിട്ടിയ പണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. XYZ ഗ്രൂപ്പിന്റെ ഉദാഹരണം നോക്കിയാൽ ഇത് വ്യക്തമാവും. ഓരോ തരം ഇക്വിറ്റിയും, ഷെയർ ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏർണിംഗ്സ്, റീവാല്യുവേഷൻ സർപ്ലസ് ഒക്കെ എങ്ങനെയാണ് വർഷം തുടങ്ങിയപ്പോഴുണ്ടായിരുന്നത്, എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, അവസാനം എത്രയായി എന്നൊക്കെ അതിൽ കാണാം. ചുരുക്കി പറഞ്ഞാൽ ഉടമകളുടെ സമ്പത്തിൽ എന്തു മാറ്റം വന്നു, എന്തുകൊണ്ട് വന്നു എന്ന് SOCE പറയും. വളരെ വ്യക്തമായി. അപ്പൊ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റുകളും ശരിക്കും പറഞ്ഞാല് ഒന്നോടൊന്ന് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ആ പാഠപുസ്തകത്തിലെ പിക്ലെറ്റ്, ആരൻ എന്നീ ഉദാഹരണങ്ങളിലേക്ക് വരാം. അത് മുഴുവനായിട്ട് വിശദീകരിക്കുന്നതിന് പകരം അതിൽ നിന്ന് നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ല ചോദ്യം. മുഴുവൻ കണക്കും നോക്കിയിരുന്ന് സമയം കളയണ്ട. പിക്ലെറ്റിന്റെ ഉദാഹരണം പ്രധാനമായിട്ടും കാണിക്കുന്നത് നമുക്കൊരു ട്രയൽ ബാലൻസ് കിട്ടിയാൽ, അതായത് കമ്പനിയുടെ അക്കൗണ്ടുകളുടെ ഒരു ലിസ്റ്റ്, അതിലേക്ക് വർഷാവസാനം വരുന്ന ചില ക്രമീകരണങ്ങൾ, അഡ്ജസ്റ്റ്മെന്റ്സ് എങ്ങനെ ചേർത്ത് നമ്മൾ ഈ പറഞ്ഞ P&Lഉം SOFPയും തയ്യാറാക്കാമെന്നാണ്. ഉദാഹരണത്തിന് പിക്ലെറ്റിൽ വർഷാവസാനം കയ്യിലുള്ള സ്റ്റോക്കിന്റെ, ക്ലോസിംഗ് ഇൻവെന്ററിയുടെ വില കണ്ടുപിടിച്ച് ചേർക്കണം. കെട്ടിടങ്ങൾക്കും മെഷീനറികൾക്കും തേയ്മാനം, ഡിപ്രീസിയേഷൻ കണക്കാക്കണം. അവിടെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് ഉപയോഗിച്ചതല്ലേ? അതെ. പിന്നെ കൊടുക്കാനുള്ള പലിശ, അക്രൂഡ് ഇൻട്രസ്റ്റ്, പിന്നെ ടാക്സ്, ഇതൊക്കെ കണക്കാക്കി അതാത് സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായ സ്ഥലത്ത് കാണിക്കണം. ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ P&Lലെ ലാഭത്തെയും SOFPയിലെ ആസ്തികളെയും ബാധ്യതകളെയും ഒക്കെ മാറ്റും. ശരി. അപ്പോ ആരന്റെ ഉദാഹരണത്തിലോ അതിലെന്താണ് എടുത്തു പറയാനുള്ളത്? ആരന്റെ ഉദാഹരണത്തിൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മൾ കുറച്ചു മുൻപ് പറഞ്ഞ OCI ആണ്. അവിടെ അവരുടെ കയ്യിലുള്ള ഭൂമിയുടെ വില കൂടി. അപ്പോ അവരത് പുനർമൂല്യനിർണയം, റീവാല്യുവേഷൻ ചെയ്തു. ആ കൂടിയ തുക $1,00,000. അത് ലാഭമാണെങ്കിലും P&Lലല്ല കാണിക്കുന്നത്. OCIL. അതെ, OCI ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകം കൂട്ടും. ഈ റീവാല്യുവേഷൻ സർപ്ലസ് പിന്നീട് SOCIയിലും കാണിക്കും. വർഷാവസാനത്തെ SOFPയിലെ ഇക്വിറ്റി ഭാഗത്ത് ഒരു പ്രത്യേക റിസർവായിട്ടും കാണിക്കും. പിന്നെ അറൈനൽ മെഷീനറിക്ക് ഡിപ്രീസിയേഷൻ കണക്കാക്കാൻ റിഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡാണ് ഉപയോഗിച്ചത്. പിക്ലെറ്റിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. അപ്പോൾ ഇത് കാണിക്കുന്നത് സാഹചര്യമനുസരിച്ച് അക്കൗണ്ടിംഗ് രീതികളിലും സ്റ്റേറ്റ്മെന്റ് അവതരണത്തിലുമൊക്കെ മാറ്റങ്ങൾ വരാമെന്നാണ്. ഈ ഉദാഹരണങ്ങൾ ശരിക്കും തിയറി എങ്ങനെ പ്രാക്ടിക്കലായിട്ട് വരുന്നു എന്ന് മനസ്സിലാക്കാൻ നല്ലതാണ്. ഇപ്പോൾ ഒരുവിധം ചിത്രം കിട്ടി. നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളെല്ലാം ലാഭമുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കമ്പനികൾക്കുള്ളതാണല്ലോ. എന്നാൽ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ചാരിറ്റികൾ, ക്ലബ്ബുകൾ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ. അവരുടെ കാര്യത്തിൽ ഈ റിപ്പോർട്ടിങ്ങിന് വ്യത്യാസമുണ്ടോ? പാഠപുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. എന്നതിനേക്കാൾ അവർക്ക് കിട്ടുന്ന പണം കൊണ്ട് എത്ര നല്ല സേവനം കൊടുക്കാൻ പറ്റി, വാല്യൂ ഫോർ മണി, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ എത്രത്തോളം നടപ്പിലാക്കാൻ പറ്റി എന്നൊക്കെയാണ് പ്രധാനം. ശരിയാണ്. അവരുടെ ഫണ്ടിംഗ് രീതികളും വ്യത്യാസമുണ്ടാവും. ഓഹരി ഇറക്കുന്നതിന് പകരം സംഭാവനകൾ, ഗ്രാന്റുകളൊക്കെ ആയിരിക്കും കൂടുതൽ. അതുകൊണ്ട് തന്നെ അവരുടെ സാമ്പത്തിക പത്രികകൾ ഈ കാര്യങ്ങൾക്കായിരിക്കും ഊന്നൽ കൊടുക്കുക. IFRSലെ എല്ലാ നിയമങ്ങളും അതേപടി അവർക്ക് ബാധകമായിക്കൊള്ളണമെന്നില്ല. എന്നാലും കിട്ടിയ പണം എങ്ങനെ ചിലവഴിച്ചു, കയ്യിലുള്ള ആസ്തികൾ എങ്ങനെ നോക്കി നടത്തി, സ്റ്റുവേർഡ്ഷിപ്പ് എന്നൊക്കെ വ്യക്തമാക്കുന്ന റിപ്പോർട്ടിംഗ് അവർക്കും വേണം. പലപ്പോഴും കാര്യക്ഷമത, എഫിഷ്യൻസി, മിതത്വം, എക്കോണമി, പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടുള്ള ഫലം, ഇഫക്റ്റീവ്നെസ്, ഇതൊക്കെ അളക്കാനാണ് അവരുടെ റിപ്പോർട്ടുകൾ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈയൊരു ചർച്ചയിൽ ഒരു കമ്പനിയുടെ സാമ്പത്തിക കഥ പറയുന്ന പ്രധാന പത്രികകളായ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് OCI,
പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്നിവയുടെ ഉദ്ദേശ്യവും അതിലെ പ്രധാന ഭാഗങ്ങളും നമ്മൾ ഏകദേശം മനസ്സിലാക്കി. ഇവയെല്ലാം IFRS എന്നൊരു പൊതുഭാഷ ഉപയോഗിച്ച് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതെന്നും OCI പോലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് പ്രധാനമാകുന്നുവെന്നും നമ്മൾ കണ്ടു. പിക്ലെറ്റ്, അരൻ ഉദാഹരണങ്ങളിലൂടെ ഇത് എങ്ങനെ പ്രായോഗികമായി വരുന്നുവെന്നും ഒരു ധാരണ കിട്ടി എന്ന് കരുതുന്നു. ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം ഈ സ്റ്റേറ്റ്മെന്റുകൾ ഓരോന്നും ഒറ്റയ്ക്ക് നിൽക്കുന്നവയല്ല എന്നതാണ്. ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഒന്നിൽ വരുന്ന മാറ്റം മറ്റൊന്നിനെയും ബാധിക്കും. അതുകൊണ്ട് ഇവയെല്ലാം ഒരുമിച്ച് വെച്ച് വായിക്കുമ്പോഴാണ് ഒരു കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും പ്രകടനത്തെക്കുറിച്ചുമൊക്കെ ഒരു പൂർണ്ണമായ ചിത്രം കിട്ടുന്നത്. ഈ പത്രികകൾ ശരിയായിട്ട് വായിക്കാനും മനസ്സിലാക്കാനും പഠിക്കുന്നത് നിങ്ങളൊരു നിക്ഷേപകനാണെങ്കിലും ഒരു വിദ്യാർത്ഥിയാണെങ്കിലും അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ അറിയാൻ താൽപ്പര്യമുള്ളൊരാളാണെങ്കിലും വളരെ ഉപകാരപ്പെടും. തീർച്ചയായും. നിങ്ങൾക്ക് ഈ വിവരങ്ങൾ സഹായകമായി എന്ന് കരുതുന്നു. ഇനി ഒരു വാർഷിക റിപ്പോർട്ട് കാണുമ്പോൾ അതിലെ പ്രധാന തലക്കെട്ടുകൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഒരു ഏകദേശ ധാരണയെങ്കിലും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വെറും അക്കങ്ങൾക്കപ്പുറം ഒരു കഥ കാണാൻ ഒരുപക്ഷേ ഇത് സഹായിച്ചേക്കും. ഒരവസാനത്തെ ചിന്ത കൂടി പങ്കുവച്ചോട്ടെ. പറയൂ. നമ്മൾ കണ്ടല്ലോ, ഈ ലാഭനഷ്ട കണക്കും OCIയും ഒന്നിച്ചുള്ള ഒറ്റ സ്റ്റേറ്റ്മെന്റായിട്ടോ അല്ലെങ്കിൽ 2 വ്യത്യസ്ത സ്റ്റേറ്റ്മെന്റുകളായിട്ടോ അവതരിപ്പിക്കാമെന്ന്. ഒരു കമ്പനി ഇതിലേത് രീതി തിരഞ്ഞെടുക്കുന്നു എന്നതിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? അതോ വെറുതെ ഒരു സ്റ്റൈൽ മാറ്റം മാത്രമാണോ? ചിലപ്പോൾ കമ്പനിക്ക് ആ വർഷത്തെ ലാഭം, പ്രോഫിറ്റ് ഫോർ ദ ഇയർ മാത്രമെടുത്ത് കാണിക്കാനും OCIയിലുള്ള ചില അത്ര പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങളെ കുറച്ചൊന്ന് മാറ്റി നിർത്താനും താൽപ്പര്യമുണ്ടെങ്കിൽ അവർ 2 സ്റ്റേറ്റ്മെന്റായി കാണിക്കുമോ? ഒരു കമ്പനി അവരുടെ കഥ എങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ച് ഇതെന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് അടുത്ത തവണ കാണാം.